തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് വോട്ട് വേണ്ടേ? ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ കേസിലും ഉണ്ടായിട്ടുണ്ട്. 20,000-ലധികം വരുന്ന തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനായിട്ടില്ല. പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചില്ല. കൃത്യമായി ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ പ്രവർത്തിച്ച് 24 മണിക്കൂറും അതിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിച്ച് ഉദ്യോഗസ്ഥർക്ക് വോട്ട് നിഷേധിക്കില്ല. വോട്ട് എന്ന് പറയുന്നത് ഓരോ പൗരനും അവകാശപ്പെട്ടതാണ്. ആ അവകാശം നിഷേധിക്കില്ല, ജനാധിപത്യ അവകാശം നിഷേധിക്കില്ല എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇന്ന് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രമോദ്, എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്ര നിർബന്ധ ബുദ്ധി എന്ന് കൃത്യമായ ചോദ്യം ചോദിച്ചു വെക്കുന്നുണ്ട്. അത്തരത്തിലൊരു നിർബന്ധ ബുദ്ധി ഉണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല? കൃത്യമായൊരു ഇടപെടൽ വേണ്ടതില്ലേ ഇതിൽ? അല്ല, ആ നിർബന്ധ ബുദ്ധി എന്തിന് എന്ന ചോദ്യം വളരെ വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഒക്കെ ബാധകമായൊരു ചോദ്യമാണ് ഈ നിർബന്ധ ബുദ്ധി എന്തിനാണ് എന്ന്. കാരണം നമ്മൾ കേട്ടറിവ് പോലും ഇല്ലാത്ത, ഇപ്പോൾ ഇത്രയും കാലത്തായി ഞാനൊക്കെ പ്രായപൂർത്തി വോട്ട് ചെയ്യാൻ തുടങ്ങിയത് മുതലുള്ള ഇങ്ങോട്ടുള്ള ഇത്രയും കാലത്തിനിടയിലൊന്നും അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് പോകുന്ന ഉദ്യോഗസ്ഥർ ഇത്രയും വലിയൊരു അളവിൽ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതിരിക്കുക. 20,000 എന്ന്, അത് ഹൈക്കോടതി തന്നെ അത് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഖ്യയായിട്ട് കാണുകയാണ്. അപ്പോൾ അത്രയും പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതിരിക്കുക, അത് എന്തിൻ്റെ പേരിലാണ്? അവരുടെ ആരുടെയും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിലല്ല, തീർത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫെയിലിയർ, അവരുടെ പരാജയം കൊണ്ട് മാത്രം, അവരുടെ സംവിധാനങ്ങളിലെ പരാജയം കൊണ്ട് മാത്രം ഇത്രയും പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഒരു വിചിത്രമായൊരു സംഭവമാണ്. അത് കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിലെന്താണ്, നേരത്തെ പോസ്റ്റൽ വോട്ടാണ് നമുക്കുണ്ടായിരുന്നത് അല്ലേ? ഈ ജോലി ഇത്തരം ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ പോസ്റ്റൽ വോട്ട് സംവിധാനമാണ്, അവർക്ക് നേരത്തെ ചെയ്യാം. അത് അവസാന ഘട്ടം വരെ വോട്ട് ചെയ്യാനുള്ളൊരു അവകാശവും കൂടി അവർക്കുണ്ട്. അത് കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ അതില്ല. അതിന് പകരമാണ് നമ്മൾ ഈ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ചെന്ന് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം വന്നത്. അത് നോക്കൂ, പിന്നെ ഈ പോളിംഗ് സാമഗ്രികൾ കളക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അവർക്ക് ബാലറ്റ് എത്തിക്കാമെന്ന് പറഞ്ഞു ആദ്യം. തലേ ദിവസം ഹൈക്കോടതി ഇത് പരിഗണിച്ച സമയത്ത് നാളെ നിശ്ചയമായിട്ടും അത് രാവിലെ തന്നെ എത്തിക്കുമെന്ന് പറഞ്ഞു. അതുവരെയും നടക്കാത്തതുകൊണ്ടാണ് ആ സമയത്ത് കോടതിയെ സമീപിക്കുന്നത്. പിറ്റേ ദിവസം അവിടെ പിന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ഇത് സാമഗ്രികൾ കൊടുക്കുന്ന സ്ഥലത്ത് അത് എത്തിക്കാമെന്ന് പറഞ്ഞു, എത്തിച്ചില്ല. അന്ന് വൈകിട്ട് 5 മണി വരെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഈ 10-20,000 പേർക്കാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ആലോചിക്കണം, കുറച്ച് പേരുടെ കാര്യമല്ല. അപ്പോൾ അത്രയും പേർക്ക് ആ സാമഗ്രികൾ എത്തിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇങ്ങോട്ട് ഹൈക്കോടതി ഇത് പരിഗണിക്കും തോറും പല ന്യായങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അത് വൈകിപ്പോയി, ഇനിയിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തുറക്കേണ്ടി വരും, പിന്നെ സ്ട്രോങ് റൂം തുറക്കാൻ കഴിയില്ല, അതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് പോലും കോടതി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ മറുപടി ഇന്ന് പറയണമെന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞ മറുപടി ഇതാണ്, ഇനി ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമുള്ള ഒരു രാജ്യമാണ്. അത് ഭരണഘടനാപരമായി ഉറപ്പ് നൽകിയിട്ടുള്ള 326 ആർട്ടിക്കിൾ അനുസരിച്ച് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരാളായാലും പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാത്ത രീതിയിൽ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. പൗരന് പ്രായപൂർത്തി ആവുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് കണ്ടീഷൻ, മറ്റൊന്നുമില്ല. അപ്പോൾ അവരെ പരമാവധി വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തം. പരമാവധി വോട്ട് ചെയ്യുക, അതിനുവേണ്ടിയാണ് ഇവർ കാശ് ചിലവാക്കിയിട്ടാണല്ലോ ഇവർ പ്രൊമോഷൻ നടത്തുന്നത് അല്ലേ? ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പിന്നെ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെയുണ്ട് ഇതിനു വേണ്ടി, ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള വീഡിയോ വരെ ഇറക്കിയിട്ടുണ്ട് ധാരാളം. ഇപ്പോൾ ടൊവിനോ തോമസാണ് നമ്മുടെ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. വോട്ട് ചെയ്യാനാണ് പറയുന്നത്, അതാണ് അവർ ചെയ്തോണ്ട്. എന്നിട്ട് ഇവർ ചെയ്തത് എന്താണ്? ഇത്രയും പേർക്ക് വോട്ട് നിഷേധിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അത് ഇങ്ങനെ വോട്ടവകാശം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ പിന്നെ എന്താ പറയുക, ഭരണഘടനാപരമായ അവകാശമായി നിലനിൽക്കുമ്പോഴാണ് ഇത് നിഷേധിക്കുന്ന നിലയുണ്ടായത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലകീഴായി മറിക്കുക എന്ന് നമ്മൾ പറയൂലേ. എന്ത് ചെയ്യണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അതിന് പകരം അതിന് നേരെ വിരുദ്ധമായി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പിന്നെ ഈ ഒരു വോട്ടിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നതിന് ഒരു ചരിത്രമുണ്ട് അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമവ്യവഹാരം കേശവാനന്ദ ഭാരതി കേസായിരുന്നു. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ കേസിനകത്താണ് നമ്മുടെ ഭരണഘടനയുടെ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഉണ്ടാകുന്നത്. അത് ജനാധിപത്യമാണ് എന്ന നിർവചനം വരുന്നത്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഓരോ വോട്ടും ഒരു വ്യക്തിയാണ് ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു മൂലകമായിട്ടുള്ളത്, ഒരു എലമെൻ്ററി സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ വ്യക്തിക്ക് തന്നെ ഭരിക്കാനുള്ള ആളെ നിശ്ചയിക്കാനുള്ള ആ അവകാശമാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ ഈ തലേദിവസമൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഒരാൾ മാത്രമുള്ള ബൂത്തിലേക്ക് ഈ തോണിയിലും അതിലും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഈ സാമഗ്രികളൊക്കെ കൊണ്ട് ആളുകൾ പോകുന്നത് എന്തിനാണ്? മല കയറിയിട്ടാണെങ്കിൽ അങ്ങനെ, കാട് കയറിയിട്ടാണെങ്കിൽ അങ്ങനെ, എന്തിനാണ് പോകുന്നത് ഇവരിത് മുഴുവൻ? ആ ആശയം നടപ്പാക്കാൻ വേണ്ടിയാണല്ലോ. ഒരൊറ്റ വോട്ട് പോലും മിസ്സാവരുത് എന്നുള്ളതുകൊണ്ടാണല്ലോ. എന്നിട്ടാണ് 10-20,000 ആളുകളുടെ വോട്ട് മിസ് ചെയ്തിട്ട് അത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇനി അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറേ നാളുകളായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവരുടെ ബുക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കളങ്കിതമായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളത് പലതവണ ഡിസ്കസ് ചെയ്തതാണ്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ കൈമലർത്തിയത് കൊണ്ടായോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവാദിത്തമില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ. ഏറ്റവും ഒടുവിലായി കൃത്യമായി എത്ര ശതമാനം പോൾ ചെയ്തു, കേരളത്തിൽ എത്രയാണ് പോൾ ചെയ്തത് എന്നൊരു കൃത്യം കണക്ക് പോലും പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടില്ല. അട്ടിമറിക്കപ്പെടുകയല്ലേ ജനാധിപത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിലൂടെ? അതേ പറയാൻ ഞാൻ ആളല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംബന്ധിച്ചുള്ള അതിൻ്റെ ക്രെഡിബിലിറ്റി പോയിട്ട് എത്രയോ കാലമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ് നമുക്ക് അടിസ്ഥാനപരമായി അറിയാവുന്ന കാര്യം. എങ്ങനെ ആളുകൾ പരമാവധി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാമെന്നതിൽ നിന്ന് എങ്ങനെ പരമാവധി ആളുകളെ വോട്ട് ചെയ്യിക്കാതിരിക്കാം, അല്ലെങ്കിൽ മൊത്തം കള്ളന്മാരാണ്, എല്ലാം കള്ളവോട്ടാണ്, അപ്പോൾ അവന്മാരെ മുഴുവൻ നമ്മൾ ഓടിക്കണം. എന്നിട്ട് ഒരാട്ടാണെങ്കിൽ അത് മതി, ശരിക്കുള്ള ആൾ മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന ഒരു ബോധത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുന്നത്. അത് ഏതാളാണ് വോട്ട് ചെയ്യേണ്ടത്, ഏത് പാർട്ടിയുടെ ആളാണ് വോട്ട് ചെയ്യുന്നതൊക്കെയുള്ള വേറെ കഥ. ഇപ്പം SIR ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടത്. ഇപ്പം മമതാ ബാനർജി മത്സരിക്കുന്ന മണ്ഡലത്തിൽ 47,000 വോട്ടാണ് കട്ടായി പോയത്. മറ്റൊരു സ്ട്രോങ് ഹോൾഡിൽ 1,00,000-നടുത്ത് വോട്ടാണ് കട്ടായി പോയത്. ഇതെല്ലാം കള്ളന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യരുത്, വോട്ട് ചെയ്യിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം. കേരളം പോലെ BJPക്ക് ഒരു തരത്തിലും സാധ്യതയില്ലാത്ത സ്ഥലത്ത് അത് ഉറപ്പായിട്ടും അങ്ങനെ വരൂ. ഒരുത്തന് വോട്ട് ചെയ്യേണ്ട, കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ള ഒരുത്തൻ പോലും താമരയ്ക്ക് കുത്തില്ല എന്ന വല്ല ബോധം വല്ലതും കാണുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ചരിത്രം എന്താ? പോസ്റ്റൽ ബാലറ്റുകളുടെ പ്രശ്നം, പോസ്റ്റൽ ബാലറ്റുകൾ നിങ്ങൾക്ക് തപാലിൽ വരും, നിങ്ങൾ ഒരു പൈസ പോലും ചിലവില്ല, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫ്രീ ആണ്, അത് വരും, നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തും, എന്നിട്ട് പോസ്റ്റലായി തന്നെ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഭരണാധികാരി നിങ്ങൾക്ക് നേരിട്ടെത്തിക്കുകയോ ചെയ്യും, അതിനൊന്നും ചിലവില്ല. പക്ഷേ ഇത് മാനിപ്പുലേഷൻ നടക്കും എന്ന ഒരു വാദമുണ്ട്, അത് ശരിയുമാണ്. നമ്മുടെ ആലപ്പുഴയിലെ സുധാകരൻ പറഞ്ഞു, ഞങ്ങൾ ഈ ബാലറ്റ് പൊട്ടിച്ചു, യുവമാരൊക്കെ ആർക്കാണ് വോട്ട് ചെയ്തത് ഞങ്ങൾ നോക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്നൊരു സംവിധാനം വന്നത്. എന്താണ് ഫെസിലിറ്റേഷൻ സെൻറ്റർ? ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് പോയി ബാലറ്റ് പേപ്പർ വാങ്ങിച്ച് വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു കൊടുക്കാം. ഇത് 2024 കൃത്യമായി നടന്നു. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അന്നും നടന്നു. 2025 അതായത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് കേരളം നടത്തുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് അന്ന് പോസ്റ്റൽ ബാലറ്റ് ഉണ്ടായിരുന്നു. 2026 വീണ്ടും ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മേഖലയിൽ ഒരു നിയോജക മണ്ഡലത്തിന് ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ പോകാം, അവിടെ പോയി ഈ കടലാസുകൾ വാങ്ങിക്കാം, വോട്ട് ചെയ്യാം, തിരിച്ചു വരാം. ഇവർ ഒരു ഉദ്യോഗസ്ഥൻ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ 4-ാം തീയതി പോയി വന്നിട്ടില്ല, 5-ാം തീയതി പോയി വന്നിട്ടില്ല, 6-ാം തീയതിയും പോയി വന്നിട്ടില്ല, 7-ാം തീയതി പോയി വന്നു, വോട്ട് ചെയ്തു. ഇങ്ങനെ ഇതിനു വേണ്ടി പുറകെ നടന്ന് കാല് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടാവില്ല. അവരിത് പോട്ടെ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയിട്ടുണ്ടാകും. അവർക്കും പരാതിയില്ല. പ്രശ്നം ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ, സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ഇതൊരു അഭിമാന പ്രശ്നമായി എടുത്തു. വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചെങ്കിൽ അതൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ഇവിടുത്തെ ആളുകൾ. അത് ആരുടെയും തലേ വണ്ടിയൊന്നും ഓടുന്നില്ല. 20,000 വോട്ട് കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭാ ഭാഗത്ത് വിധി മറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പൗരൻ്റെ വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തോന്നിയവാസം കൊണ്ട് മാറ്റുന്നെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് കോടതിയിൽ പോകുന്നത്. കോടതി അത് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ എന്താ മറുപടി? സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അത്രയും വലിയ ശക്തിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. കോടതിക്ക് പോലും അവരെ നിയന്ത്രിക്കുന്നതിന് പരിധികളുണ്ട്. അവർ പറയുന്നത് ന്യായമുണ്ട്. ഇനി പോസ്റ്റൽ ബാലറ്റിൻ്റെ കാര്യത്തിൽ ഇത്രയും വലിയ വാശി. ഇവർ പറയുന്നതനുസരിച്ച് പോസ്റ്റൽ ബാലറ്റ് അല്ല, ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. നിയമപ്രകാരം പോളിങ്ങിന് മുമ്പാണ് ഫെസിലിറ്റേഷൻ സെൻ്ററിൽ പോയി വോട്ട് ചെയ്യേണ്ടത്. അത് നടന്നില്ല, അതുകൊണ്ട് പറ്റില്ല. നിയമം കല്ലിൽ എഴുതി വെച്ചൊന്നും അല്ലല്ലോ. എന്താ നിങ്ങളുടെ ആവശ്യം? പരമാവധി ആളുകൾ വോട്ട് ചെയ്യുക. നിങ്ങൾ പല സ്ഥലങ്ങളിലും 3-4 ദിവസം ഈ പറഞ്ഞ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോസ്റ്റൽ ബാലറ്റ് എത്തിക്കാൻ നിങ്ങൾ വൈകിയത് കൊണ്ട്, നിങ്ങളുടെ തെറ്റുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ നിയമം നിങ്ങൾ മാറ്റണം. എന്താണ് പോളിംഗ് നടക്കുന്ന ദിവസം വോട്ട് ചെയ്യാൻ പറ്റും, അതിന് മുമ്പ് വരെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല.
പോളിംഗ് കഴിഞ്ഞ് ഇത്രയും ദിവസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഒരു ദിവസം വോട്ട് ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില്ലാതാകുമോ? അങ്ങനൊന്നും അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ സർവീസ് വോട്ടർമാരുണ്ട്, അതായത് സൈന്യത്തിലുള്ള ആളുകൾ, അവരിപ്പോഴും പോസ്റ്റൽ ബാലറ്റാണ്. അവരുടെ പോസ്റ്റൽ വോട്ടുകൾ ഇപ്പോൾ പല പോസ്റ്റൽ സ്റ്റേഷൻ വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അത് വോട്ടെടുപ്പിന് മുമ്പ് എത്തിയാൽ മതി, അതൊക്കെ വോട്ടാവും. സൈനികൻ്റെ വോട്ടാവും, ഉദ്യോഗസ്ഥൻ്റെ വോട്ടാവില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. അപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ചില ആളുകൾക്ക് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ നടക്കണം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവന്മാർ കുറച്ച് ചെരുപ്പ് തേടുന്ന വെച്ചാൽ മനഃപൂർവ്വമാണോ ഈ പോസ്റ്റൽ ബാലറ്റിൽ വൈകിച്ചത് എന്നുള്ളതാണ് കോടതിയിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. അതെന്തോ ആട്ടെ, പക്ഷേ നിങ്ങൾ ആരുടെ കൂടെയാണ്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളുടെ നിയമം മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർ നിയമത്തിന് വേണ്ടിയാണെന്ന് ഭംഗ്യന്തരാണ് സമ്മതിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് നടക്കുന്നതിന് ശേഷവും 20,000 ആളുകൾ പുറത്തുണ്ടെങ്കിൽ അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി എടുത്ത്, നേരത്തെ പ്രമോദ് പറഞ്ഞതുപോലെ ഒരു വോട്ടിന് വേണ്ടി മലകൾ താണ്ടിപ്പോയി അയാളെ വോട്ട് ചെയ്യിപ്പിക്കുന്ന, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന, അത് ടി വിയിലൊക്കെ കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ. പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അതിനകത്ത് കുറച്ച് നമ്പറും ഉണ്ട്, ചില ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 20,000 വോട്ട്, ഒരു നിയമം ഇങ്ങനെയുണ്ട് അതുകൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കരുതേണ്ടത്? ഇവരുടെ ഒന്നും വോട്ട് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു എന്നല്ലേ? ഇവരുടെ ഒന്നും വോട്ട് ചില പാർട്ടിക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ? നമുക്ക് എന്ത് ആരോപണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കാൻ കാരണം പ്രതിസ്ഥാനത്ത് സംശയസ്ഥാനത്ത് അവരാണ്. കോടതി പറയുന്നു, ജനം പറയുന്നു, വോട്ട് നഷ്ടപ്പെട്ട ആളുകൾ പറയുന്നു, അവരുടെ സംഘടന പറയുന്നു. കമ്മീഷന് മാത്രം വാശി. ആ വാശിക്ക് പിന്നിൽ SIR പോലെ പല കാര്യങ്ങളിലും നമ്മൾ ആരോപിക്കപ്പെട്ടത് ഒരിക്കൽ കൂടി ശരിയാവുകയാണ്. മനുഷ്യരെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള സംവിധാനമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ അധപ്പതിച്ചതുപോലെ.